ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കേക്ക് ടോപ്പ് ഫോർവേഡ് അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ഫോർവേഡ് കേക്ക്, ഈ രണ്ട് രീതിയിലും പറയാം. ഈ ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാം. അപ്പം ഈ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെ ഞാനൊരു 1/2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൂടി കാണിക്കുന്നുണ്ട്. ഇതിന് മുൻപായിട്ട് ഞാൻ 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സെയിം അതുപോലെ തന്നെയാണ് ഈ ഒരു കേക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി അടുത്തായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 2 മുട്ടയാണ് ആവശ്യം. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച് പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്ലിപ്പ് എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങളത് ആഡ് ചെയ്യാൻ മറക്കല്ലോ. അപ്പോൾ നന്നായിട്ട് ക്രീമി ആയിട്ട് വരുമ്പോൾ, അതായത് ഏതാണ്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുട്ട നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ അത് ക്രീമി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച് ഫ്ലോറും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടെ ഇടവിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒന്നേ ഒരു സ്പാച്ചുല കൊണ്ട് ഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, കേക്ക് ഹാർഡായിപ്പോൾ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അതെല്ലാം ഓയിൽ ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയപ്പോൾ എനിക്ക് കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് പേപ്പർ ഷീറ്റാണ്. ഞാനിത് ഓൺലൈനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് 340 ഗ്രാമിന് 345 രൂപയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ എങ്ങനെ പോയാലും ഒരു മിനിമം 6 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തലേ ദിവസം, അതായത് ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പം നിങ്ങളിത് അതൊന്നൊരു ഷീറ്റ് എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പീസ് എടുക്കാം. എന്നിട്ട് അത് വെള്ളത്തിൽ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. സോഫ്റ്റ് ആവുന്നവരെ വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി. അതായത് നമ്മുടെ വൈറ്റ് കളർ മാറി കുറച്ച് ട്രാൻസ്പെറൻ്റ് ആവും. അപ്പം നമുക്കത് മനസ്സിലാവും, തൊടുമ്പോൾ തന്നെ മനസ്സിലാവും സോഫ്റ്റ് ആവുന്നത്. അപ്പം അതുവരെ നമ്മളൊന്ന് ഇതുപോലെ വെള്ളം നനച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ ഓപ്പൺ എയറിൽ വെച്ചാൽ മതി ഡ്രൈ ആവാനായിട്ട്. എന്തായാലും ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ വെള്ളം നോർമൽ വെള്ളം യൂസ് ചെയ്താൽ മതി. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമാണ്, നോർമൽ വെള്ളം മതി. അതിനുശേഷം നമുക്കിത് എന്ത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ നമുക്കത് റെഡിയാക്കി എടുക്കാം. എന്തെങ്കിലും ഒരു ബൗളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മോൾഡിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും, ഡെക്കറേഷനൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സും കൂടെ ആക്കിയിട്ടുണ്ട്. അതും ഡ്രൈ ആവാനായിട്ട് വയ്ക്കും. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ട് കട്ട് ചെയ്താലും മതി. കാരണം ഞാൻ ഈ 3 ലെയർ കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് കേക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 ലെയർ ആകുമ്പോൾ കേക്ക് കുറച്ചും കൂടെ ഫേമായിട്ടായിരിക്കും. അപ്പം അതെനിക്കിത് ചെയ്തപ്പോൾ തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു മോഡൽ ചെയ്തപ്പോൾ തോന്നിയൊരു വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ഒരു ബട്ടർ ക്രീം കൊണ്ട് കവർ ചെയ്ത കേക്കോ അല്ലെങ്കിൽ ഒരു ഗനാഷ് കൊണ്ട് കവർ ചെയ്ത കേക്കായിരിക്കും കുറച്ചും കൂടി ഈസി. വിപ്പിംഗ് ക്രീം ആകുമ്പം നമുക്ക് ഭയങ്കര സെൻസിറ്റീവാണല്ലോ. അപ്പോൾ നമുക്കത് ലിഫ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതേസമയം നമ്മുടെ ഗനാഷും ബട്ടർ ക്രീമൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഹാർഡായി കിട്ടും. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വയ്ക്കുക.
കുറച്ച് നമ്മൾ ആ കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം കൊടുത്താൽ മതി, കാരണം നമുക്കിത് ഇളക്കി എടുക്കാനുള്ളതാണ്. പിന്നെ സാധനം ചെയ്യുന്ന പോലെ കേക്ക് വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്താണ് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ലെയേഴ്സിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസും ഒക്കെ വെച്ച് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നോർമൽ കേക്ക് പോലെ തന്നെയാണ് ചെയ്തെടുക്കാം. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പാടില്ല, കാരണം കേക്ക് ഭയങ്കര സോഫ്റ്റായിപ്പോൾ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എല്ലാം ലെയേഴ്സും വെച്ചിട്ട് കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫൈനൽ ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് ഒരു ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചും കൂടെ കേക്ക് നന്നായിട്ട് സെറ്റാവും. അപ്പോൾ കേക്ക് അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ പീസ് ഒരു നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തില്ല, ഫ്രണ്ടിൽ ഒരു ചെറിയ പോർഷൻ മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഈ സൈഡിലും കൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് അത്യാവശ്യം എഡിറ്റ് ചെയ്യാണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ശരിക്കും കാണിക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേക്ക് ഒന്ന് എടുത്ത് മാറ്റാനൊക്കെ. അത് പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ ഇതിലെന്തായാലും കറക്റ്റ് ഞാൻ ചെയ്ത് അതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്പാച്ചുലയോ നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ആ കേക്ക് ആ ബോർഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളത് പതുക്കെ ഒന്ന് പുറകിലോട്ട് മാറ്റിയിട്ട് വേണം അത് ലിഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം ഒരു നൈഫും ഒരു സ്പാച്ചുലയും കൂടെ എടുത്ത് എന്തെങ്കിലും 2 സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതുപോലെ തന്നെ ഇതെടുത്ത് വയ്ക്കുമ്പോൾ അത്യാവശ്യം സെൻറ്ററിലായിട്ട് വെക്കാനായിട്ട് നോക്കുക. പക്ഷേ ഞാൻ വെച്ചപ്പോൾ കുറച്ച് സൈഡിലോട്ടായിപ്പോയി. അപ്പോൾ ഞാനത് വീണ്ടും സെൻറ്ററിലോട്ടാക്കേണ്ടി വന്നു. അപ്പോൾ വീണ്ടും കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം സെൻറ്ററിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എവിടേക്കാണോ ക്രീം പോയത് അവിടെയൊക്കെ ക്രീമൊക്കെ
ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ അവിടെയും നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഞാൻ ഇതൊക്കെ തലേ ദിവസമാണ് ചെയ്തത്. ബാക്കി ഡെക്കറേഷൻ പരിപാടികൾ മാത്രം ഡെലിവറിയുടെ അന്ന് ചെയ്തു. അപ്പോൾ അടുത്ത ദിവസമായപ്പോൾ നമ്മുടെ ഈ റൈസ് പേപ്പർ സെയിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ചെറിയൊരു ഗോൾഡൻ ബോർഡർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ ലസ്റ്റർ ഡസ്റ്റിൽ കുറച്ച് ഇവാപ്രെക്സ് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി കേക്കിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 റൈസ് പേപ്പർ സെയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒരു സൈഡിൽ, അതായത് ഒരു കോർണറിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് 3 അവിടെ വെച്ചു. ബാക്കി അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഫോണ്ടൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.